ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു ബഡ്ജറ്റ് വിലയുടെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. കൂടാതെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5.5 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് 750 മീറ്ററുമാണുള്ളത്. ഒത്തിരി വില്ലകളുള്ള വലിയൊരു വില്ല കമ്മ്യൂണിറ്റി തന്നെയാണിത്. മനോഹരമായൊരു കൊളോണിയൽ സ്റ്റൈൽ എലിവേഷൻ തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. എലിവേഷൻ ഭംഗിയാക്കുന്നതിനായി ഇവിടെ നല്ലൊരു ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്തിരിക്കുന്നതും നമുക്ക് കാണാം. നാല് മീറ്ററോളം വീതിയിൽ ഇന്റർലോക്ക് കട്ട വിരിച്ച വഴി തന്നെയാണ് വീടിന് മുന്നിലായി ഉള്ളത്. ടെക്സ്റ്റർ ഡിസൈനൊക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു ചുറ്റുമതിലും ഇവിടെ നമുക്ക് കാണാനാവുന്നുണ്ട്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഈ വീടിന്റെ ഗേറ്റ് നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. വലിയൊരു SUV കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. കാറിന് പുറമെയായി 2 വീലർ ഉള്ളവർക്കും അത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഈ വീടിന്റെ ഫ്രണ്ടേജിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. 5-6 ആളുകൾക്ക് വരെ ഒരേ സമയം സുഖമായി ഇരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിന്റെ സിറ്റ് ഔട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് അത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. മഹാഗണി മരത്തിൽ തീർത്ത മനോഹരമായൊരു മെയിൻ ഡോറും നമുക്കിവിടെ കാണാം. നമുക്കിനി ഈ വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. കൂടാതെ മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. LED സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായ സീലിംഗ് വർക്കും നമുക്ക് ഈ ലിവിംഗ് ഏരിയയിൽ കാണാം. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്ക് അടുത്തതായി ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 7-8 പേർക്കൊക്കെ ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിൾ നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് വരുന്ന വാളിലായി ഇവിടെ 3 പാളികളുള്ള ഒരു വെന്റിലേഷനും നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലും ഭംഗിയാക്കി തന്നെ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി സ്റ്റെയർവേക്ക് സൈഡിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സോട് കൂടി മനോഹരമാക്കി തന്നെയാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ അടുക്കളയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ വീടിന്റെ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് സ്പേഷ്യസ് ആക്കി തന്നെയാണ് വീടിന്റെ കിച്ചൺ ചെയ്തിരിക്കുന്നത്. കസ്റ്റമർക്കായി ബിൽഡർ ഇവിടെ ഒരു എക്സോസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ വീടിന്റെ കിച്ചൺ പണിതിരിക്കുന്നത്. കിച്ചന് പുറമെ ആവശ്യക്കാർക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ ആഡ് ഓൺ ചെയ്തെടുക്കാനുള്ള സ്പേസും കൂടി ബിൽഡർ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളവും 12 അടിയോളം വീതിയിൽ തന്നെയാണ് ഈ വീടിന്റെ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടിയായി മിററൊക്കെ കൊടുത്തുകൊണ്ട് വളരെ ഭംഗിയാക്കി തന്നെയാണ് ഈ റൂമിൽ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്ക് നമുക്ക് ഈ വീടിന്റെ ബെഡ്റൂമിലും കാണാം. അടുത്തതായി നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സിറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയർവേയിൽ മുഴുവനായി തന്നെ ഗ്രാനൈറ്റിലാണ് ഫ്ലോറിങ്ങിനായി യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നതും. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഒരു അപ്പർ ലിവിംഗ് ഏരിയ ആണ്. മൾട്ടിവുഡിൽ തീർത്ത ചെറിയൊരു TV യൂണിറ്റും നമുക്കിവിടെ കാണാം. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്കിനി വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. വുഡൻ ഫിനിഷ് വരുന്ന മാറ്റ് ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഏകദേശം 8 അടി വീതിയും 8 അടി നീളവും ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയയ്ക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ വാഷിംഗ് മെഷീനും മറ്റും വെക്കാനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 4 പാളികൾ വരുന്ന വളരെ വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്.
ഏകദേശം 12 അടിയോളം നീളം തന്നെ ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിനും നമുക്ക് ലഭിക്കുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ അവസാനത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 13 അടിയോളം നീളത്തിൽ തന്നെയാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നമുക്ക് കാണാം. റൂമിന്റെ ഒരു കോർണറിലായി ഇവിടെയും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ചെയ്തിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. അടുത്തതായി നമുക്കിനി ഈ വീടിന്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 15 അടിയിൽ കൂടുതൽ നീളത്തിലാണ് ഈ വീടിന്റെ ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. GI ട്യൂബിൽ ഹാൻഡ് റെയിലുകൾ കൊടുത്ത് സേഫാക്കി തന്നെയാണ് ഇവിടെ ബാൽക്കണിയുടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. വുഡൻ കളർ ഫിനിഷ് നൽകിക്കൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും ഈ ബാൽക്കണിയിൽ നമുക്ക് കാണാനാവുന്നതാണ്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയൊന്ന് നോക്കാം. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില വെറും 57 ലക്ഷം രൂപ മാത്രമാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.